ഹായ് എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ അടുത്ത് അതല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. അതായത് അവരുമായിട്ട് ഒരു ലവ് റിലേഷൻഷിപ്പ് തന്നെയാണുള്ളത്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് മാറണം. അപ്പോൾ ഇത് പലർക്കും പറ്റാത്തൊരു കാര്യമാണ്. എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അവരുടെ ഫ്രണ്ടിനെ പോലെ ആവാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണം ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ കഴിയുന്ന ഒരാളാണ്. അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റാറുണ്ട്. പക്ഷേ ഒരു ലവറോട് അങ്ങനെ പറയുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. ബിക്കോസ് നമ്മൾ പറയുന്നത് അവരെങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതെങ്ങനെയാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ നമ്മൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ നല്ല രീതിയിൽ എടുക്കണം എന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് പറയാറില്ല. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണുമായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കൂടി ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനായിട്ട്, ആ ഒരു സൗഹൃദ ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്ന പോയിന്റ്. കാരണം ഇതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ശരിക്കും ഏതൊരു ആളുകൾ തമ്മിലുള്ള ബന്ധത്തിലും ആ ഒരു ബന്ധം നന്നായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ലിസണിങ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കേട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ പറയുന്ന കാര്യം ഒരാൾ കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അവരോട് പറയാൻ പോലും നമ്മൾ ചിന്തിക്കില്ല. അതായത് പറയണമെന്ന് പോലും നമ്മൾ വിചാരിക്കാറില്ല. കാരണം ആൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. സോ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിലേഷൻഷിപ്പിൽ, ഒരു ലവ് അല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പിലൊക്കെ ആവുന്ന സമയത്ത് ഈ ഒരു ആക്റ്റീവ് ലിസണിങ് എന്തായാലും ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ കേട്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഈ ഒരു ആക്റ്റീവ് ലിസണിങ് ഉണ്ടായേ പറ്റുള്ളൂ. അവർ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കേട്ടിരിക്കണം. അപ്പോഴാണ് ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി കൂടി വരുന്നത്. സോ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് പ്രാധാന്യമുള്ള, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല രീതിയിൽ അവരെ കേട്ടിരിക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ചിന്തകൾ, അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുക. എന്ന് കരുതിയിട്ട് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമോ എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും പറയണമെന്നല്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടെ സീക്രട്സ് ഉണ്ടായിരിക്കും. അതൊക്കെ തുറന്ന് പറയണമെന്ന് ഞാൻ പറയില്ല. എങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഓൾമോസ്റ്റ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് പറയാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് അവരോട് തോന്നുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവരോട് പറയാം. ഇതെന്തുകൊണ്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അവരോട് തുറന്നു പറയുകയാണ് എന്നുണ്ടെങ്കിൽ തിരിച്ചും അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു ടെൻഡൻസി അവരിലുണ്ടാവും. അപ്പോൾ അവരത് പറയാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ നമ്മളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, അപ്പം അവർ മാത്രം ഇങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് സംഭവിക്കില്ല. അപ്പം നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരാൾ അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം വരും, ആൾക്ക് എന്നെ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ തിരിച്ചും നമുക്കങ്ങനെ പറയാൻ തോന്നും, നമ്മുടെ കാര്യങ്ങളും പറഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ലാത്ത ഒരാളാണ് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു വിശ്വാസം നിങ്ങളോട് ഫീൽ ചെയ്യും. അപ്പോൾ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയാം. എല്ലാ കാര്യവും പറയണമെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചൊക്കെ മിസ്റ്റീരിയസ് ആയിരിക്കുന്നത് എല്ലാ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നല്ലതാണ്. എങ്കിലും കുറേ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അവരുടെ ഫീലിങ്സിനെയോ അവരെയോ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം അവരെന്തെങ്കിലും, ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ പെട്ടെന്ന് നിങ്ങളോട് ഭയങ്കര സ്നേഹം തോന്നിയപ്പോൾ നിങ്ങളോട് പറയണം, അയ്യോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് അതിനെ കളിയാക്കുകയാണ്. അതായത് ചുമ്മാ നമ്മൾ ഒരു തമാശയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളിയാക്കുകയാണ്. അപ്പോൾ ആൾക്കത് ഫീൽ ചെയ്യും, ഓ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ, അതായത് എനിക്ക് അത്ര ഇഷ്ടം തോന്നുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, അപ്പം എന്നെ ഇങ്ങനെ ചുമ്മാ കളിയാക്കി, അല്ലെങ്കിൽ തിരിച്ചൊരു യാതൊരു രീതിയിലുള്ള റെസ്പോൺസും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പ്രാവശ്യം ആൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല, തോന്നില്ല. കാരണം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം, ഒന്നില്ലെങ്കിൽ കളിയാക്കും, അല്ലെങ്കിൽ തിരിച്ചൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ആളുടെ മനസ്സിലുള്ള ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ പറയാനോ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ഒരു രീതിയിലും ആളെ ക്രിട്ടിസൈസ് ചെയ്യരുത്. അതേപോലെ തന്നെ ആൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആളുടെ ഫീലിങ്സ്, ചിന്തകൾ, ഇതിനെയൊന്നും നമ്മൾ ഒരു രീതിയിലും ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഈ ഒരു രീതിയിൽ ക്രിട്ടിസൈസ് ഒന്നും ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ
ആൾക്ക് ഉറപ്പായിട്ടും നമ്മളോടുള്ള വിശ്വാസവും ഇഷ്ടവും ഒക്കെ വർദ്ധിക്കാനായിട്ട് കാരണമാകും. നേരെ മറിച്ച് നമ്മൾ എല്ലാത്തിനും കുറ്റപ്പെടുത്തലും കളിയാക്കലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ നമ്മളുടെ അടുത്ത് വരാൻ പോലും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്നറിയോ, ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അതായത് ആൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കുക. നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും, നമ്മളോട് ഒരാളിങ്ങനെ കളിയാക്കി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക, നമ്മളാണെങ്കിൽ അങ്ങോട്ട് പോകുമോ, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുക. അപ്പം നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എന്താണ് ചെയ്യാൻ സാധ്യത ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. എല്ലാ മനുഷ്യരും ഒരുപോലെ ഒന്നല്ല എങ്കിലും ഏകദേശ കാര്യങ്ങളിലൊക്കെ മനുഷ്യന്മാർ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. നമ്മളാണെങ്കിൽ എങ്ങനെയാവും എന്നുള്ള ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, അവരെ നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ സ്ട്രെങ്ത്, അവരുടെ എഫേർട്ട്, ഇതിനെല്ലാത്തിനെയും നിങ്ങൾ നല്ല രീതിയിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. അവരെടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ടിനെയൊക്കെ നമ്മൾ അഭിനന്ദിക്കുക, അവർക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളിൽ അഭിനന്ദിക്കുക. അതേപോലെ തന്നെയാണ് അവർക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, എന്തൊക്കെ പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ കുറച്ച് മികച്ചതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക. ഇതൊക്കെ അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല, അതായത് അവർ വിചാരിക്കുന്ന, അവരുടെ മനസ്സിൽ വിചാരിക്കുക ഇതൊക്കെ അവർക്ക് കിട്ടുന്ന വലിയ വലിയ ഭാഗ്യങ്ങളാണ്. അത് നമ്മൾ അവരെങ്ങനെ എൻകറേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അത്രയും സന്തോഷമായിട്ടാണ് അവരത് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ വേണ്ടത് എന്താണ്, ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും നിങ്ങളോട് അത്രയും സ്നേഹം തോന്നും. അതായത് സ്നേഹം തോന്നും തോറും നിങ്ങൾ തമ്മിൽ അടുത്ത് വരികയാണ്. അങ്ങനെ അടുത്ത് വരുമ്പോൾ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഒട്ടും പ്രയാസമാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാം. അവർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്കുള്ള നല്ല നല്ല ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ അതിനെ ആ ഒരു ക്വാളിറ്റി കുറച്ചുകൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ മികവ് പുലർത്താൻ കഴിയുന്ന രീതിയിൽ, അവരുടെ കഴിവിനെ പുറത്തെടുക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ലൈഫിലുള്ള നല്ല നല്ല മൊമെന്റ്സിനൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവർ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സന്തോഷമുള്ളതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആഘോഷിക്കുക. അവരുടെ നല്ല ദിവസങ്ങൾ നിങ്ങൾ ആഘോഷിക്കുക. ഇങ്ങനെ ഓരോ മൊമെന്റ്സും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര സന്തോഷമാവുന്ന മാത്രമല്ല, എപ്പോഴും നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കണം എന്ന് അവർക്ക് തോന്നും. ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഇരിക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ്. അതുതന്നെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഏതൊരു ബന്ധം എടുത്തു കഴിഞ്ഞാലും ജസ്റ്റ് ഒരു പ്രണയം മാത്രമായിട്ട് പോകുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. പ്രണയിക്കുന്നുണ്ടെന്ന് മാത്രമാകുമ്പോൾ രസം ഉണ്ടാവില്ല. പ്രണയത്തിൻ്റെ ഫീൽ മാത്രമാകുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. നേരെ മറിച്ച് അവിടെ ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ പോലെ തല്ലുകൂടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അതായത് അത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ശരിക്കും ആ ഒരു പ്രണയ ജീവിതമൊക്കെ മനോഹരമാകുന്നത്. അത് മാരേജ് ലൈഫാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഒരു ഭാര്യ ഭർത്താവ് എന്ന പദവിയിൽ മാത്രമല്ലാതെ ഒരു സൗഹൃദത്തിൽ കൂടി ആവുന്ന സമയത്താണ് ആ ബന്ധം കൂടുതൽ ഭംഗിയാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ പ്രണയിക്കുന്നുണ്ട്, ഞാൻ പ്രണയത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആ ഒരു പ്രണയ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കി കാണുക. അത് നിങ്ങൾ തന്നെ ആലോചിക്കുക, എങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നത്, ശരിക്കും ഞങ്ങളൊരു സുഹൃത്തുക്കളെ പോലെയാണോ എന്നുള്ളത്. നല്ല സുഹൃത്തുക്കളാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രണയിക്കാൻ പറ്റും. നല്ല പ്രണയിനികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സുഹൃത്തുക്കളാവാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സൗഹൃദ ബന്ധം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അത് നിങ്ങളുടെ സാധാ ജീവിതത്തേക്കാൾ കുറച്ചുകൂടി മനോഹരമാകുന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.